വെറും 30 രൂപയുടെ ഒരു ബസ് ടിക്കറ്റിൽ തുടങ്ങി സിനിമാ സെറ്റുകളെ പോലും തോൽപ്പിക്കുന്ന പ്രകൃതി ഭംഗിയിലേക്ക് ഒരു യാത്ര പോയാലോ? പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നും SRT പ്രൈവറ്റ് ബസ്സിൽ കയറി ഗ്രാമീണ തനിമ തുളുമ്പുന്ന കൊല്ലങ്കോട്ടേക്കുള്ള ഒരു കിടിലൻ ട്രിപ്പിലാണ് നമ്മളിന്ന്. കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അരവിയേട്ടന്റെ നെൽപ്പാടങ്ങൾ, ലാലേട്ടന്റെ ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്ത മാന്ത്രികത നിറഞ്ഞ ചിങ്ങഞ്ചിറ പ്രകൃതിക്ഷേത്രം, നാവിൽ വെള്ളം മൂറിക്കുന്ന ദുരയണ്ണന്റെ ഓലമെഞ്ഞ ഷാപ്പിലെ കറികൾ, ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിലെ ചൂട് ചായ, പെരിങ്ങോട്ടുശ്ശേരി കളവും കുടിലിടവും, അങ്ങനെ കാഴ്ചകളുടെയും രുചികളുടെയും ഒരു വലിയ പൂരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്ത കൊല്ലങ്കോടിന്റെ യഥാർത്ഥ ഭംഗിയും ഗ്രാമീണ തനിമയും അനുഭവിക്കാൻ ഈ വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വരൂ, നമുക്ക് യാത്ര തുടങ്ങാം. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് സ്റ്റേഡിയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. SRT ട്രാവൽസിന്റെ ഈ കൊച്ചു സോപ്പുവട്ടി പോലുള്ള ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊല്ലങ്കോടേക്ക് പോകാൻ ഏറ്റവും നല്ലത് ഇത്തരം ലോക്കൽ പ്രൈവറ്റ് ബസ് യാത്രകൾ തന്നെയാണ്. കാരണം ആ വേഗതയും കാറ്റേറ്റുകൊണ്ടുള്ള യാത്രയും തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കാലത്ത് 10:40 കൊല്ലങ്കോടേക്കുള്ള ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നും കൊല്ലങ്കോടേക്ക് മൊത്തത്തിൽ 25 കിലോമീറ്ററിനടുത്ത് ദൂരമാണുള്ളത്. ഏകദേശം 1 മണിക്കൂർ സമയമെടുത്താണ് നമ്മുടെ ബസ് കൊല്ലങ്കോട് എത്തിച്ചേരുക. പാലക്കാട് നിന്നും കൊല്ലങ്കോടേക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ വളയം തിരിച്ച് ബസ് മുന്നോട്ട് പായിച്ചു കൊണ്ടിരിക്കുന്നത് മണിച്ചേട്ടനാണ്. അതുപോലെ തന്നെ പോകേണ്ട സ്ഥലമെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ടിക്കറ്റ് എല്ലാം കീറിത്തരുന്നത് കണ്ടക്ടർ കണ്ണൻചേട്ടനാണ്. രണ്ടുപേരും പൊളി വൈബാണ്. വെറും 30 രൂപയ്ക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമാണ്. പാലക്കാട് നിന്നും കൊല്ലങ്കോടേക്ക് 15 മിനിറ്റ് ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ ബസ് ഇപ്പോൾ പാലക്കാട് നഗരത്തിന്റെ കാഴ്ചകൾ പിന്നിട്ട് തികച്ചും ഗ്രാമീണത തുളുമ്പുന്ന നാട്ടിൻപുറങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പാലക്കാടൻ കാറ്റിന്റെ തണുപ്പ് ജനാലയിലൂടെ മുഖത്തേക്ക് വീശി അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. SRT ഗ്രൂപ്പിന് ഏകദേശം 20ഓളം ബസ്സുകൾ ഉണ്ടെന്നാണ് ഡ്രൈവർ മണിച്ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ ബസ് ഇപ്പോൾ കൊല്ലങ്കോട് ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രധാനമായും കരിമ്പനകളും നെൽപ്പാടങ്ങളുമാണ് കടന്നു വരിക. എന്നാൽ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു പട്ടണമാണ് കൊല്ലങ്കോട്. ആദ്യമായിട്ടാണ് ഞാൻ കൊല്ലങ്കോട് കാണുവാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണുവാനായിട്ട് ബസ്സുകാരനെ ഒരു ഓട്ടോ സെറ്റാക്കി തന്നു കേട്ടോ. വളരെ കുറഞ്ഞ ചാർജ് മാത്രമേ ഓട്ടോ ചേട്ടൻ വാങ്ങിയുള്ളൂ എന്നാണ് ഡ്രൈവർ മണിച്ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ ഓട്ടോ ചേട്ടന്റെ പേര് രജീഷ് എന്നാണ്. യാതൊരുവിധ പ്ലാനും ഇല്ലാതെ കൊല്ലങ്കോട് കാണാൻ വന്ന എന്നെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കാമെന്ന് രജീഷ് ചേട്ടൻ പറഞ്ഞു. നമ്മുടെ 3 ചക്രവണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗിയും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശത്തുമുള്ള നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കരിമ്പനകളും അങ്ങ് ദൂരെ നെല്ലിയാമ്പതി മലനിരകളുടെ മനോഹരമായ കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ആദ്യമായി കാണുവാൻ പോകുന്നത് കൊല്ലങ്കോട്ടെ പ്രശസ്തമായ നെൽപ്പാടമാണ്. അതെ, കൊല്ലങ്കോടുകാരുടെ സ്വന്തം അരവിയേട്ടന്റെ നെൽപ്പാടത്തിന്റെ കരയിലാണ് നമ്മുടെ ഓട്ടോ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. നോക്കൂ കൂട്ടുകാരെ, കണ്ണത്താ ദൂരത്തോളം പച്ചപ്പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന പാടശേഖരം മനസ്സിന് എത്രമാത്രം കുളിർമയാണ് ഈ കാഴ്ച നൽകുന്നത്.
ദൂരെ പശ്ചാത്തലത്തിൽ കാണുന്ന ആ വലിയ മലനിരകളും അതിനു മുകളിൽ തൊട്ടുരുമ്മി നിൽക്കുന്ന കാർമേഘങ്ങളും ഈ പാടശേഖരത്തിനൊരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. ഒരുപാട് റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ വൈറലായ ഒരു പഴയകാല വീടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എത്ര പൊളിയല്ലേ. അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് ഇവിടുത്തെ അതിമനോഹരമായ ഒരു ഫോട്ടോഷൂട്ട് പോയിന്റിലേക്കാണ്. 20 രൂപയാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നതിനായിട്ടുള്ള പ്രവേശന ഫീസ്. കൊല്ലങ്കോടിന്റെ യഥാർത്ഥ ഭംഗിയും ഗ്രാമീണ തനിമയും ഒരുപോലെ ഒപ്പിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ദൂരെ പ്രൗഢിയോടെ നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകളും അതിന് താഴെ പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടവും പശ്ചാത്തലമാക്കി ചിത്രങ്ങളെടുക്കാൻ ഇവിടെ ആളുകളുടെ വലിയ ഒരു നിര തന്നെയാണ്. വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾക്കും ഇൻസ്റ്റഗ്രാം റീലുകൾക്കും പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും ഒക്കെ അനുയോജ്യമായ ഒരു നാച്ചുറൽ ഫ്രെയിമാണ് ഇവിടെ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. കൊല്ലങ്കോടേക്ക് വരുന്ന സഞ്ചാരികൾ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സന്ദർശന ഇടം തന്നെയാണ് സൂര്യ ഗാർഡൻ. ഇവിടെ നിന്നുമുള്ള അതിമനോഹരമായ കാഴ്ചകളും മറ്റും ഒപ്പിയെടുത്തതിന് ശേഷം ഞാൻ എന്നെയും കാത്തു നിൽക്കുന്ന രജീഷേട്ടൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് നേരെ പോകുന്നേ. അതെ, അങ്ങനെ അരവിയേട്ടൻ്റെ നെൽപ്പാടത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരിമ്പനകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ കരിമ്പനകൾ വെറും ഒരു മരമല്ല കൂട്ടുകാരെ. പാലക്കാടിൻ്റെ വെയിലിനെയും കാറ്റിനെയും നെഞ്ചിലേറ്റി ഗ്രാമീണതയുടെ അടയാളമായി നിൽക്കുന്ന കരിമ്പനകൾ പ്രകൃതിയുടെ പ്രത്യേക കാവലാളുകളാണ്. ഒടുവിൽ നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു നാടൻ ഗ്രാമത്തിൽ വന്നാൽ പിന്നെ അവിടുത്തെ നാടൻ ചായക്കടയിലെ ചായ കുടിക്കാതെ എങ്ങനെയാ? ചെല്ലഞ്ചേട്ടൻ അവിടെ ബിസിയായി ചായ അടിക്കുന്നുണ്ട്. ആ ചായയുടെ മണം തന്നെ നമ്മളെ കൊതിപ്പിക്കും. ഇവിടെ വന്നിരുന്ന ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായയോ അല്ലെങ്കിൽ നല്ല പതപ്പിച്ച പാൽ ചായയോ കുടിക്കുന്നത് ഒരു വേറെ ലെവൽ ഫീലിംഗ് തന്നെയാണ്. ചെന്താമരാക്ഷി എന്നാണ് ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യയുടെ പേര്. ഈ കടയിലിരുന്ന് നല്ല ചൂട് ചായ കുടിക്കുന്നതിനോടൊപ്പം നാട്ടുകാരുടെ വിശേഷങ്ങളും ചോദിച്ചറിയുവാൻ സാധിക്കും. ഇത്തരം ചായക്കടകൾ വെറും ഒരു ഭക്ഷണമോ പാനീയമോ നൽകുന്ന ഇടമല്ല, മറിച്ച് ഗ്രാമത്തിൻ്റെ സൗഹൃദങ്ങളും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ ഒത്തുചേരലിൻ്റെ ഇടം കൂടിയാണ്. ചായയൊക്കെ കുടിച്ച് ഉഷാറായി നമ്മൾ അടുത്തതായി എത്തിയിരിക്കുന്നത് വളരെ സവിശേഷതകളുള്ള ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല. വലിയ ആൽമരങ്ങളുടെ തണലിൽ പ്രകൃതിയെ തന്നെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരിടം. പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു വലിയ കൂരയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ വലിയ ആൽമരത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ശാന്തതയും അതോടൊപ്പം ചെറിയൊരു അത്ഭുതവും തോന്നും. നെല്ലിയാമ്പതി മലനിരകളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന കറുപ്പുസ്വാമിയും വേലമ്മയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. തൊഴിൽ തടസ്സങ്ങളും മറ്റും മാറുവാൻ ആളുകൾ ഇവിടുത്തെ ആൽമരവേരുകളിൽ മണികെട്ടി പ്രാർത്ഥിക്കുന്ന ആചാരവും കാണാം. നമ്മൾ മലയാളികൾ സ്ക്രീനിൽ കണ്ട് അത്ഭുതപ്പെട്ട പല പ്രശസ്ത സിനിമകളുടെയും ലൊക്കേഷൻ കൂടിയാണ് ഈ ക്ഷേത്രം. മോഹൻലാൽ തകർത്തഭിനയിച്ച ഒടിയൻ, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ജയരാജിൻ്റെ കളിയാട്ടം, അങ്ങനെ മലയാളത്തിലെ പല സൂപ്പർ ഹിറ്റ് സിനിമകളിലെ ആ ഗ്രാമീണ തനിമയും ദുരൂഹതയും നിറഞ്ഞ പല രംഗങ്ങളും ക്യാമറയിൽ പകർത്തിയത് ഇവിടെ വച്ചാണ്. കൊല്ലങ്കോട് യാത്രയിൽ നാടൻ രുചികൾ തേടിപ്പോകുന്നവർ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഇടത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതെ, നമ്മുടെ ദുരയണ്ണൻ്റെ ഓലമേഞ്ഞ കള്ളുഷാപ്പിലേക്ക്. ഓലമേഞ്ഞ ആ കള്ളുഷാപ്പിൻ്റെ അടുത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറിക്കുന്ന നല്ല നാടൻ കറികളുടെ മണമാണ് നമ്മളെ സ്വീകരിക്കുക. പാരമ്പര്യ തനിമ ഒട്ടും ചോർന്നു പോകാതെ വിറകടുപ്പിൽ മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്ന വിഭവങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ സ്റ്റാർ. എന്തായാലും ഇവിടെ വന്നിട്ട് കള്ളൊന്നും കുടിച്ചില്ലെങ്കിലും വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ചതിന് ശേഷം ഞാനും രജീഷേട്ടനും കൂടി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്.
ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. പാലക്കാടൻ കാർഷിക സംസ്കാരത്തിൻ്റെ വലിയൊരു തിരിശേഷിപ്പാണ് ഈ കളങ്ങൾ. പണ്ടുകാലത്ത് കൊയ്തെടുത്ത നെല്ല് മെതിക്കാനും ഉണക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരിടം. പഴയ തനിമ ഒട്ടും ചോർന്നു പോകാതെ നിൽക്കുന്ന ഈ പെരിങ്ങോട്ടുശ്ശേരിക്കളം കാണുമ്പോൾ തന്നെ നമ്മുടെ പൂർവികരുടെ അധ്വാനവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ചരിത്രവും പ്രകൃതിയും ഒന്നിക്കുന്ന മനോഹരമായ ഒരിടം തന്നെയാണ് ഇവിടം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നീണ്ട യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടിലിടം എന്ന് വിളിക്കുന്ന മനോഹരമായ ഒരു നാടൻ ഇടത്താണ്. വൈക്കോൽ മേഞ്ഞ ധാരാളം കുടിലുകൾ നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. 20 രൂപയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന ഫീസ്. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് SRT ബസ്സിലെ 30 രൂപ ടിക്കറ്റ് യാത്ര ചെയ്തതോടെ അരവിയേട്ടൻ്റെ നെൽപ്പാടവും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ചിങ്ങഞ്ചിറ ക്ഷേത്രവും പെരിങ്ങോട്ടുശ്ശേരി കളവും കണ്ട് ഈ കുടിലിടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ യാത്ര എന്ന അനുഭൂതി വാക്കുകൾക്കപ്പുറത്താണ്. ഇവിടെ ഒരു ഉയർമാടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സമയം 4 പേർക്ക് മാത്രമേ ഇതിൻ്റെ മുകളിൽ കയറുവാൻ അനുവാദമുള്ളൂ. ഈ ഗ്രാമത്തിൻ്റെ നന്മയും ഭംഗിയും എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. തിരക്കുകളിൽ നിന്ന് മാറി ഒരു ദിവസം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും കൊല്ലങ്കോടേക്ക് വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത മനോഹരമായ യാത്രാ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.